السلام عليكم. بسم الله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. ബഹുമാന്യനായ ഫദീലത്തു ഷെയ്ഖ് ഹാനി അസ്സഈദ് ഹഫിളഹുല്ലാഹ് എന്ന പണ്ഡിതൻ്റെ സാന്നിധ്യം ഇന്ന് നമുക്ക് ക്ലാസ്സിൽ ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ സംഗ്രഹമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അക്ഷരങ്ങൾ 28 ആണെന്നും 29 ആണെന്നും പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് വീക്ഷണമുണ്ട്. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ضاد, ط, ള, ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യാ എന്നിങ്ങനെ 28 അക്ഷരങ്ങൾ. ഇതിൽ അലിഫ് യഥാർത്ഥത്തിൽ ഹംസ എന്ന അക്ഷരമാണ്. ഹംസയായി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ് അലിഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എങ്കിലും അലിഫ് എന്നത് ദീർഘാക്ഷരമായ ഫത്ഹ മുൻകടന്ന എപ്പോഴും സാക്കിനായിട്ടുള്ള മറ്റൊരക്ഷരവുമാണ്. അതുകൊണ്ട് തന്നെ നസ്ർ ഇബ്നു ആസിം അൽ-ലൈസി എന്ന പണ്ഡിതൻ അത് 29 നിർണയിച്ചിരിക്കുന്നു. അതിന് അദ്ദേഹം യാ എന്ന അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ടു മുമ്പായി അലിഫ് ചേർത്ത ഒരു ലാം, ലാ എന്ന ഒരക്ഷരത്തെ അധികരിപ്പിച്ചു. അങ്ങനെ 29 പറയുകയുണ്ടായി. അപ്പോൾ ആദ്യം പറയുന്ന അലിഫ് ഉച്ചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹംസയാണ്. മറ്റ് ഉച്ചാരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹംസയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ ലാം അലിഫ് ഇതിൽ ചേർത്തിട്ടുള്ള അലിഫാകട്ടെ അത് ഫത്ഹ നൽകി ദീർഘിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന എപ്പോഴും സാക്കിനായിട്ടുള്ള അക്ഷരവുമാണ്. ഇങ്ങനെ 29 നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മന്തൂഖ എന്ന ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ എന്ന നിലക്ക് 29 മക്തൂബ എന്ന നിലക്കുള്ള എഴുതപ്പെടുന്ന അക്ഷരങ്ങൾ 28 നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. ഹർഫ് എന്നാൽ അക്ഷരം അഥവാ സൗത്തുൻ മുഅ്തമദുൻ അലാ മഖ്റജിൻ മുഹഖഖിൻ ഔ മുഖദ്ദർ, ഇതാണ് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത്. ഹർഫ് എന്ന പദത്തിന് ഭാഷയിൽ തറഫ്, അറ്റം, വക്ക് എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും സാങ്കേതികമായി ഒരു മുഹഖഖോ മുഖദ്ദറോ ആയ, നിർണിതമോ സാങ്കല്പികമോ ആയ ഒരു മഖ്റജിൽ, ഉത്ഭവസ്ഥാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ഒരു ശബ്ദത്തിനാണ് ഹർഫ്, അക്ഷരം എന്നതുകൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കപ്പെടുന്നത്. മുഹഖഖായ മഖ്റജുകൾ, നിർണിതമായ മഖ്റജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷരം ഉത്ഭവിക്കുന്ന കൃത്യമായ ഒരു സ്ഥാനമാണ്. അത് ഹൽഖ്, ലിസാൻ, ഷഫത്താനി എന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഹുറൂഫുൽ മദ്ദായ ദീർഘാക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ ഇവയുടെ മഖ്റജായ ജൗഫ് മുഖദ്ദറായ മഖ്റജുമാണ്. ഇത്രയും കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. അടുത്തതായി മൂന്നാമതായി അറിയേണ്ട കാര്യം, ഹർഫ് എന്ന് പറയുമ്പോൾ അതിന് 5 അവസ്ഥകളുണ്ടായിരിക്കും. 1 അത് സാക്കിനാവുക, 2 അത് മുതഹർരിക്കാവുക, 3 അത് മഫ്തൂഹ്, 4 മദ്മൂം, 5 മക്സൂർ. ഇങ്ങനെ 5 അവസ്ഥകളിലായിരിക്കും അക്ഷരം ഉണ്ടായിരിക്കുക. സുക്കൂൻ നൽകപ്പെട്ടത്, ഹറക്കത്ത് നൽകപ്പെട്ടത്, ഫത്ഹ നൽകപ്പെട്ടത്,
കസ്റ്, ബൊമ്മ് ഇവയ്ക്ക് നൽകപ്പെട്ടത്. ഇങ്ങനെ 5 അവസ്ഥകളിലായി അക്ഷരങ്ങൾ വരുന്നതാണ് എന്ന് അറിയണം. പിന്നീട് ഷദ് നൽകപ്പെട്ട അക്ഷരം എന്നത് 2 അക്ഷരങ്ങളാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2 അക്ഷരങ്ങൾ, അതിൽ ആദ്യത്തേതിന് സുക്കൂനും രണ്ടാമത്തേതിന് ഹറക്കത്തുമാണ്. ഇതാണ് ഷദ് നൽകപ്പെട്ട അക്ഷരം എന്നതുകൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഷെയ്ഖ് ഹാനി സഈദിൻ്റെ ഇന്നത്തെ തജ്വീദ് പഠന ക്ലാസ്സിൻ്റെ സംഗ്രഹം. അസ്സലാമു അലൈക്കും.